അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോംബിടൽ കലാപരിപാടിക്ക് ശേഷം രണ്ട് കൂട്ടരും സമാധാനത്തിലേക്ക് എത്തി, ചർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പൊ പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പൊ ഹോർമൂസിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായ ആക്രമണ പരമ്പരകളുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു സിംഗപ്പൂർ ഫ്ലാഗ് വഹിച്ചിട്ടുള്ള ഒരു കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അതായത് അമേരിക്കയും ഒമാനും കൂടെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കപ്പൽ ചാലിലൂടെ പോകാൻ ശ്രമിച്ചത്. അപ്പോ അത് ഇറാന്റെ അനുമതിയും ഇല്ലാതെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇറാൻ അങ്ങോട്ട് ആക്രമിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആക്രമിച്ചല്ലേ, എന്നാ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കുന്നു. ഞങ്ങളെ തൊട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് ആക്രമിക്കുന്നു. ഇങ്ങനെ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. അപ്പോ ആ പരമ്പരകൾക്ക് ശേഷം ഇരു കൂട്ടരും ഒരു വിശ്രമവേള ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒരു എസ്കലേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഖത്തറിന്റെയും പാകിസ്ഥാന്റെ ഒക്കെ മധ്യസ്ഥതയിൽ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ മധ്യസ്ഥ ഇടപെടലുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയിട്ടുള്ളത്. അപ്പോ ഇറാനെ യഥാർത്ഥത്തില് ഹോർമൂസിൽ തളച്ചിടുകയും ഇറാന്റെ മൊത്തം ശ്രദ്ധ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് നേരെയും അമേരിക്കൻ ബേസുകൾ നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചു വെക്കുകയും അതിന്റെ ഗ്യാപ്പിൽ മാക്സിമം ടൈം ഇസ്രായേലിന് ഈ പറയുന്ന ലെബനോനെ ആക്രമിക്കാനും അതേപോലെ തന്നെ ഗസയിൽ ആക്രമണം നടത്താനും കുറച്ച് ആൾക്കാരെ കൊല്ലാനും കൂടെ സാധിച്ചിട്ടുണ്ട് എന്നും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തില് ഇത് നടത്തിയത് അതിന് വേണ്ടിയിട്ടാണെന്ന് പോലും വേണമെങ്കിൽ സംശയിക്കാൻ പറ്റും. ഇറാന്റെ മൊത്തത്തിലുള്ള ശ്രദ്ധ ഇറാന് നേരെ വരുന്ന അറ്റാക്കിന് നേരെയും അതേപോലെ തന്നെ പുതിയ കപ്പൽ ചാലുകൾക്ക് നേരെയും തിരിച്ചു വെച്ചിട്ട് ആ ഒരു സമയത്തിന്റെ ഇടക്ക് കിട്ടിയ ഗ്യാപ്പിൽ മാക്സിമം ആൾക്കാരെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിന്റെയും അതേപോലെ തന്നെ യുദ്ധക്കുതിയന്മാരായിട്ടുള്ള ഈ ബെൻഗവീറിന്റെ നെതന്യാഹുവിന്റെ ഒക്കെ ആ ഒരു ആഗ്രഹം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അറ്റാക്ക് അവർ ലെബനോനിൽ നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഗസയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് സംഗതികള്. സ്ഥിതികളുടെ ഒരു 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 മൊത്ത രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ഘട്ട ചർച്ച, അതായത് 60 ദിവസമാണല്ലോ ഇപ്പൊ ഈ ഒരു MOUന്റെ കാലാവധി. അപ്പൊ ആ കാലാവധി തീരുന്നതിന് മുന്നേ കുറച്ചധികം കാര്യങ്ങളുടെ തീരുമാനമാക്കാനുണ്ട്, അത് നീട്ടിക്കൊണ്ടു പോവാനുമുണ്ട്. അപ്പോ അതിന്റെ അടുത്ത ഘട്ട ചർച്ച ഇനിയിപ്പോ ഖത്തറിൽ വെച്ചിട്ട് നടക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. നമ്മുടെ മുന്നേ നടന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇനിയിപ്പോ നടക്കാൻ സാധ്യതയില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന GCCയിലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അബ്ബാസ് അറാക്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്താവന, ഈ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു കരാറിലെത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് ഒരു കരാറിലെത്താൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറാണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോ ഇറാൻ ആക്ച്വലി ശ്രമിക്കുന്നത് അമേരിക്ക എങ്ങനെയാണോ അവിടുത്തെ സെക്യൂരിറ്റി ഏറ്റെടുത്തത് അതുപോലെ തന്നെ ഇറാനുമായിട്ട് പലതരത്തിലുള്ള കരാറുകളിലേക്ക് ഈ പറയുന്ന രാജ്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ടും കൂടെ ഇറാൻ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല വാഗ്ദാനങ്ങളും കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹോർമൂസിന്റെ കൺട്രോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം എന്നുള്ള പരിപാടിയിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കരാറിലേക്ക് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അമേരിക്ക അത് ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം 5th ഫ്ലീറ്റിന്റെ മിഡിൽ ഈസ്റ്റിലുള്ളയും അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം അടക്കമുള്ള ഈ ഒരു ഏരിയയിലുള്ള മൊത്തത്തിലുള്ള അതിന്റെ സെക്യൂരിറ്റി അങ്ങ് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയാണല്ലോ. അപ്പോ അത് ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയുടെ 5ാം കപ്പൽപ്പട 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹ്റൈനാണ്. ആ ബഹ്റൈനിലേക്ക് കയറി പോവേണ്ട ഈ ചോക്ക് പോയിന്റ് ആയിട്ടുള്ള ഹോർമോസ് എന്ന് പറയുന്ന സ്ഥലം ഇറാന്റെ കയ്യിലാവുകയും ഇറാൻ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കക്ക് അതിലേറെ നല്ലത് അമേരിക്ക അവിടെ നിന്ന് എല്ലാം പെറുക്കി എടുത്തുകൊണ്ട് പോകുന്നതാണ്. മറ്റേത് ഒരു കപ്പൽ പോകണമെന്നുണ്ടെങ്കിൽ ഇറാന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, ഇറാനോട് അനുവാദം ചോദിക്കണം, അല്ലെങ്കിൽ ഇറാന് കപ്പം കൊടുക്കേണ്ടി വരും. ഈ അവസ്ഥ ഒരിക്കലും ആര് അംഗീകരിക്കില്ല, അമേരിക്ക അംഗീകരിക്കില്ല. മാത്രമല്ല ഇത്രയും കാലം വളരെ ഫ്രീ ഫ്ലോ ആയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന ഹോർമോസ് താലത്തിലെടുത്ത് വെച്ചിട്ട് ഇറാന്റെ കൈകളിലേക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്തു അമേരിക്ക എന്നുള്ളതാണ്. അപ്പോ ഈ രണ്ട് ടീമുകളുടെയും പ്രത്യാക്രമണങ്ങൾക്ക് ഇപ്പൊ ഒരു അയവ് വരികയാണ്. മാത്രമല്ല അടുത്ത ഘട്ട ചർച്ച ഖത്തറിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന സോയാബീൻ അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അമേരിക്ക ഇറാന് കൊടുക്കും, അതേപോലെ തന്നെ ഇറാന്റെ പണം നമ്മളാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീരവാദങ്ങളൊക്കെ ട്രംപ് വേറെ സ്ഥലത്ത് നിന്നിട്ട് അടിക്കുന്നുണ്ട്. അപ്പോ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തുലാസിൽ ആടുന്ന പോലെ യഥാർത്ഥത്തില് ഹോർമൂസ് ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണേണ്ടതാണെന്നുള്ളതാണ്.